രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന് സിനിമയിൽ നടന്ന ഏതെങ്കിലും കുറ്റകൃത്യത്തോട് സാമ്യമുണ്ടെങ്കിൽ അത് മുകേഷിന്റെ കേസിനോടല്ല, ദിലീപിന്റെ കേസിനോടാണ്. ഒന്നുകൂടി വിശദീകരിക്കാം. ഒരു വശത്ത് പെണ്ണിനെ ലൈംഗിക ചൂഷണത്തിനുള്ള ഇരയാക്കി മാറ്റൽ, മറുവശത്ത് പെണ്ണിനെ പ്രതികാരത്തിനായി ലൈംഗിക ചൂഷണം ചെയ്യൽ. ഒരു വശത്ത് ധാർമ്മികതയും ട്രസ്റ്റും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരാളിൽ നിന്നുള്ള ആക്രമണം, മറുവശത്ത് തൊഴിലിടത്ത് വിശ്വസിച്ച് കൂടെ കൂട്ടിയ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരകൃത്യം. ഒരു വശത്ത് രാഷ്ട്രീയമെന്ന ഏറ്റവും ധാർമ്മികത ആവശ്യപ്പെടുന്ന മേഖലയിലെ വയലേഷൻ, മറുവശത്ത് സിനിമയെന്ന ഉന്നതമായ ജനകീയ കലായിടത്തിലെ വയലൻസ്. അതെ, വയലേഷനും വയലൻസും. പൊതുമധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനും ദിലീപിനും നേർക്കുള്ള കേസുകൾ അവയുടെ ഭീകരത കൊണ്ട് ഒരേ തട്ടിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പ്രയാസമാണ്. മറ്റൊരു വിധത്തിൽ കൂടി ഈ കേസുകൾ സമാന്തരങ്ങളാണ്. സെലിബ്രിറ്റികൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അതിജീവിതമാർ നേരിടേണ്ടി വരുന്ന ആരോപണ വിധേയർക്ക് അനുകൂലമായ അധികാരത്തിൻ്റെ അധിക ഭാരം. നടിയാക്രമണ കേസിൽ അതിജീവിതയ്ക്ക് പിന്തുണയർപ്പിച്ച് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ കൂടിച്ചേർന്നവരിൽ എത്ര സഹപ്രവർത്തകർ പിന്നീട് പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴിമാറ്റിയെന്ന് പരിശോധിച്ചു നോക്കൂ. സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയെ അപമാനിക്കാനും അവളുടെ സ്വഭാവ ദൂഷ്യമെന്ന ആംഗിളിലേക്ക് കൊണ്ടുപോകാനും നടന്ന ശ്രമങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. സമാനമായി രാഹുൽ കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിജീവിതയുടെ ചിത്രങ്ങൾ പങ്കുവച്ചും അപഹസിച്ചും ലിഞ്ചിങ് നടത്തിയും അവരെ തളർത്താൻ നടക്കുന്ന ശ്രമങ്ങൾ. വിവാഹിതയല്ലേ, സ്വയം സന്നദ്ധതയോടെ പോയതല്ലേ, എങ്ങനെ ബലാത്സംഗമാകുമെന്ന ചോദ്യം ചോദിച്ച് വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ആക്രമണം ഏറ്റുവാങ്ങാനുള്ള യോഗ്യതയെന്ന തിയറി പ്രയോഗിച്ച് പൊതുബോധത്തെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമം. സമാന്തരങ്ങൾ ഇവിടെയും തീരണമെന്നില്ല. ഇതിന് ദിലീപിനും രാഹുലിനും പിന്നിലുള്ളത് തുടക്കത്തിൽ പറഞ്ഞ അതിശക്തമായ സ്വാധീന ഗ്രൂപ്പുകൾ, സാമ്പത്തിക സാമൂഹിക അധികാരങ്ങൾ വഴി സൃഷ്ടിച്ചെടുക്കുന്ന സ്വാധീന ഗ്രൂപ്പുകൾ. അതിനാൽ വരുന്ന 8-ാം തീയതി വരാൻ പോകുന്ന ദിലീപ് 8-ാം പ്രതിയായ നടിയാക്രമണ കേസിലെ വിധിയായാലും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന കേസിൽ രാഹുലിനെ കാത്തിരിക്കുന്ന ഗതിവിഗതികൾ ആയാലും ഈ സമൂഹത്തിന് അവഗണിക്കാൻ കഴിയാത്ത ചിലതുണ്ട്. അത് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനേക്കാൾ എത്രയോ പ്രാധാന്യമുള്ളതാണ്. അതാണ് ഈ കേസുകളിലെ വാർത്ത. ദിലീപിനും രാഹുലിനും ഇടയിൽ ഒരാളേ ഉള്ളൂ. അത് അന്തസ്സ് തെളിയിക്കാൻ കാത്തു നിൽക്കുന്ന കേരളത്തിലെ സ്ത്രീയാണ്.